പ്രിയ ദൈവജനമേ, അമേരിക്കയിലിരുന്നു കൊണ്ട് വീണ്ടും GC മീഡിയ വഴി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പ്രാകൃത സമൂഹത്തെ, കണ്ണിനു പകരം കണ്ണ്, പല്ലിനു പകരം പല്ല് എന്ന് കരുതിയിരുന്ന ഒരു പ്രാകൃത സമൂഹത്തെ തന്നെപ്പോലെ തന്നെ തന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഒരു സംസ്കാര സമ്പന്നമായ സമൂഹത്തിലേക്ക് വളർത്തിയെടുക്കുക എന്നതാണ് വിശുദ്ധ വേദപുസ്തകം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നമ്മൾ ആ സ്നേഹത്തെക്കുറിച്ച് ഒരു വിശകലനം നടത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ സ്നേഹത്തെ നമ്മൾ മൂന്നായി തരംതിരിച്ച് കാണാൻ പരിശ്രമിക്കണം. ഗ്രീക്കിലെ 3 വാക്കുകൾ കൊണ്ടാണ് ഇതിനെ വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ വാക്ക് ഇറോസ് എന്നാണ്. ഇറോസ് എന്ന വാക്കുദ്ദേശിക്കുന്നത് കാമുകന്മാർ തമ്മിലുള്ള സ്നേഹത്തെയാണ്, കമിതാക്കൾ തമ്മിലുള്ള സ്നേഹത്തെയാണ്. ഈ സ്നേഹം സ്വാർത്ഥപരമാണ്. ഈ സ്നേഹം കണ്ടീഷണലാണ്. ഏതു സമയത്തും ഈ സ്നേഹം അവസാനിക്കാം, ഈ സ്നേഹം മുറിഞ്ഞു പോകാം. രണ്ടാമത്തെ വാക്ക് ഫിലിയോ എന്നാണ്. ഫിലിയോ എന്ന വാക്കുകൊണ്ട് സഹോദരന്മാർ തമ്മിലുള്ള, സുഹൃത്തുക്കൾ തമ്മിലുള്ള, സമൂഹവുമായിട്ടുള്ള നമ്മുടെ സ്നേഹത്തെയാണ് ഫിലിയോ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്നേഹവും കണ്ടീഷണലാണ്. ഈ സ്നേഹവും സ്വാർത്ഥപരമാണ്. ഈ സ്നേഹവും ഏതു സമയവും അവസാനിപ്പിക്കാം, മുറിഞ്ഞു പോകാം, തീർന്നു പോകാം. എന്നാൽ മൂന്നാമത്തെ വാക്ക് അഗാപ്പെ എന്നാണ്. ഈ വാക്ക് കൊണ്ടുദ്ദേശിക്കുന്ന സ്നേഹം അത് നിസ്വാർത്ഥമാണ്, അത് കണ്ടീഷണലല്ല. ദൈവം മാനവകുലത്തിന്റെ പരിമിതികളോ തിന്മകളോ തെറ്റുകളോ ഒന്നും നോക്കാതെ മനുഷ്യവർഗത്തെ ദൈവം തന്റെ പുത്രനെ നൽകാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നു പറയുന്ന ഈ സ്നേഹത്തെയാണ് അഗാപ്പെ എന്ന സ്നേഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുത്രനായ ഈശോ ഈ ലോകത്തിൽ വന്ന് മാനവകുലത്തെ നോക്കി തന്നെ വേദനിപ്പിച്ചവരെയും തന്നെ ഉപദ്രവിച്ചവരെയും കുറിച്ച് അവിടുന്ന് പറഞ്ഞത്, ഇവർ ചെയ്യുന്നതെന്തെന്നറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിനും അത് കണ്ടീഷണലല്ല, അത് സെൽഫിഷ് അല്ല. നിസ്വാർത്ഥമായ കണ്ടീഷണലല്ലാത്ത സ്നേഹം, നമ്മെ എല്ലാവരെയും ക്രിസ്തു സ്നേഹിച്ച ആ സ്നേഹത്തെയാണ് അഗാപ്പെ സ്നേഹം കൊണ്ടുദ്ദേശിക്കുന്നത്. മദർ തെരേസ ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, അൾത്താരയിൽ നാവിൽ ഞാൻ സ്വീകരിക്കുന്ന ഈശോയെയാണ് തെരുവോരങ്ങളിൽ ഞാൻ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളും എന്ന് മദർ തെരേസ പറയുന്ന ആ സ്നേഹമാണ്. തെരുവോരങ്ങളിൽ കാണുന്നവരുടെ പരിമിതികളോ തെറ്റുകളോ കുറ്റങ്ങളോ ഒന്നും നോക്കാതെ അവരെ സ്നേഹിക്കാൻ തയ്യാറായ മദർ തെരേസയുടെ സ്നേഹത്തെയാണ് അഗാപ്പെ സ്നേഹം കൊണ്ടുദ്ദേശിക്കുന്നത്. ബെഡിൽ വർഷങ്ങളോളം മലമൂത്ര വിസർജനം ചെയ്ത്
ബെഡിൽ കിടക്കുന്ന ഭാര്യയെ ഒരു ഭർത്താവ് യാതൊരു മടിയും കൂടാതെ പരിചരിക്കുന്നുവെങ്കിൽ ആ സ്നേഹത്തെയാണ് അഗാപ്പെ സ്നേഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കുഞ്ഞിന് ജന്മം നൽകി ഈ ലോകത്തിലേക്ക് വളർത്തി വലുതാക്കി പറഞ്ഞുവിടുന്ന ഒരു അമ്മ കാണിക്കുന്ന സ്നേഹത്തെയാണ് അഗാപ്പെ സ്നേഹം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഒരിക്കൽ പറയുകയുണ്ടായി, ഞാൻ എത്രത്തോളം സഹിക്കേണ്ടി വന്നാലും, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇപ്രകാരമാണ്, അത്രയും സഹിച്ച നാഥനു വേണ്ടി ഞാൻ ഇത്രയെങ്കിലും സഹിക്കണ്ടേ എന്ന മനോഭാവം. ക്രിസ്തുവിന് വേണ്ടി സഹിക്കാൻ തയ്യാറാകുന്ന പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്കുകളാണ്, അത്രയും സഹിച്ച നാഥനു വേണ്ടി ഞാൻ ഇത്രയും സഹിക്കുന്നുവെന്ന്. വിശുദ്ധനായ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, എന്നെ മരണത്തിന് വിധേയമാക്കുകയാണെങ്കിൽ തന്നെ തലകീഴായി കുരിശിൽ മരിക്കാൻ അനുവദിക്കണം. എന്റെ നാഥന്റെ പാദങ്ങൾ ചുംബിച്ചുകൊണ്ട് വേണം എനിക്ക് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിക്കാനെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നുവെങ്കിൽ ആ സ്നേഹത്തെയാണ് അഗാപ്പെ സ്നേഹം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. നമുക്കും വഴികാട്ടിയായിട്ടുള്ള എല്ലാ വിശുദ്ധരും അവരുടെ ജീവിതത്തിലെ സഹനങ്ങളും ത്യാഗങ്ങളും എല്ലാം ഈ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ കണ്ടതും അവർ ജീവിച്ചു കാണിച്ചതും എന്ന് നാം മറന്നുപോകരുത്. ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെ മുമ്പിൽ ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ്, ഈ അഗാപ്പെ സ്നേഹത്തിന്റെ പേരിലാണോ നിങ്ങൾ പുരോഹിതരായി ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം എന്ന് നിങ്ങൾ വ്യക്തമാക്കണം. അങ്ങനെ അഗാപ്പെ സ്നേഹമാണ് നിങ്ങളെ നയിക്കുന്നതെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും ഏകീകൃത കുർബാന അർപ്പിക്കുകയും സഭയെയും ക്രിസ്തുവിനെയും സമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കുകയും യാതൊരുവിധമായ മൽപ്പിടുത്തങ്ങൾക്കോ വഴക്കുകൾക്കോ നിങ്ങൾ മുന്നോട്ട് വരില്ലായിരുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ ഈ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തു കാട്ടിത്തന്ന സ്നേഹത്തിന്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി സഹിക്കാനും ക്ഷമിക്കാനും സഹകരിക്കാനും അനുരഞ്ജനപ്പെടാനും അനുസരിക്കാനും നിങ്ങൾ എന്തേ തയ്യാറാകുന്നില്ല എന്നതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം. അഭിവന്ദ്യനായ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവിനോടും സിനഡിന്റെ മെത്രാൻ സമിതിയുടെ സെക്രട്ടറിയായ അഭിവന്ദ്യനായ പാമ്പ്ളാനി പിതാവിനോടും പറയാനുള്ളത് ഒരപേക്ഷ ഇതാണ്. നിങ്ങളിപ്പോൾ എറണാകുളം രൂപതയുടെ കാര്യം നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആഗോള സീറോ മലബാർ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പും സിനഡിന്റെ സെക്രട്ടറിയും ആണെന്ന കാര്യം നിങ്ങൾ മറന്നുപോകരുത്. എറണാകുളത്തെ വൈദികരുമായി ഏത് രീതിയിലുള്ള കോംപ്രമൈസും നിങ്ങൾ തയ്യാറാകുന്നു. അതിന് വിശ്വാസികളെ സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. മറിച്ച് ഏകീകൃത വിശുദ്ധ കുർബാന സഭയിൽ, ആഗോള സീറോ മലബാർ സഭയിൽ എല്ലാ രൂപതയിലും ഒരേ രീതിയിൽ അർപ്പിക്കാനുള്ള സാഹചര്യം ഉടലെടുക്കണം എന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യരുതും. എറണാകുളം രൂപതയിലും പൂർണ്ണമായും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള എന്തു നടപടിയും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഒരു സഭയ്ക്ക് ഒരു ആരാധനാ രീതി, അതിനപ്പുറം യാതൊരുവിധമായ വിട്ടുവീഴ്ചയ്ക്കോ കോംപ്രമൈസിനോ നിങ്ങൾ തയ്യാറാകരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. വൈദിക സമിതി പുനഃസംഘടിപ്പിക്കുകയോ മറ്റ് ഏത് രീതിയിലുള്ള സമവായങ്ങളും ഏത് രീതിയിലുള്ള കോംപ്രമൈസുകളും ഓഫറുകളുമൊക്കെ എറണാകുളത്തെ വൈദികർക്ക് നൽകുന്ന കാര്യത്തിൽ ഞങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. മറിച്ച്
സീറോ മലബാർ സഭയുടെ ഏകീകൃത കുർബാന പൂർണ്ണമായും എറണാകുളം അങ്കമാലി അതിരൂപതയിലും നടപ്പാക്കി സഭയുടെ 34 രൂപതകളിലും ഒരേ രീതിയിലുള്ള കുർബാനയർപ്പണം സാധ്യമാക്കുന്നതിനു വേണ്ടി നിങ്ങൾ പ്രതിജ്ഞാബദ്ധരായിരിക്കണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളൂ. അതിനുവേണ്ടി നിങ്ങളുടെ പരിശ്രമങ്ങളെ ഞങ്ങൾ പ്രാർത്ഥന കൊണ്ട് സഹായിക്കാനും പ്രാർത്ഥന കൊണ്ട് ശക്തിപ്പെടുത്താനും ഞങ്ങൾ തയ്യാറായിരിക്കും എന്ന ഉറപ്പും നൽകിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.